അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമൊക്കെയായ കൊല്ലം സുധിയുടെ വേർപാടിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ രേണുവും 2 ആൺമക്കളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. സുധിയുടെ 2ാം ഭാര്യയാണ് രേണു. ആദ്യ വിവാഹ ബന്ധത്തിലെ മകൻ രാഹുലും ഇവർക്കൊപ്പമാണ് കഴിഞ്ഞത്. സുധിക്കും രേണുവിനും ഒരു മകനാണ് ജനിച്ചത്. തങ്ങളുടെ 2 ആൺമക്കളുടെയും കൂടെ സുധിയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണ് രേണു ഇപ്പോൾ. കൊല്ലം സുധിയുടെ മുൻ ഭാര്യ മരണപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ പറയുകയാണ് രേണു ഇപ്പോൾ. മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് രേണു സംസാരിക്കുന്നത്. നടൻ ജഗദീഷിനോടുള്ള സാമ്യമാണ് സുധിച്ചേട്ടനെ തനിക്ക് ഇഷ്ടപ്പെടുവാനുള്ള ആദ്യ കാരണമെന്നാണ് രേണു പറയുന്നത്. അദ്ദേഹത്തിന് താൻ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. തന്നോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ് തനിക്ക് മറുപടി കിട്ടിയതെന്നും രേണു ഓർക്കുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ മകനൊപ്പമുള്ള ചിത്രമായിരുന്നുവെന്നും രേണു പറയുന്നുണ്ട്. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ തന്റെ മോനാണെന്നും എത്രയിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 6ാം ക്ലാസ്സിലാണെന്നും സുധിയേട്ടൻ പറഞ്ഞുവെന്നും രേണു ഓർക്കുന്നു. കിച്ചു എന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇന്ന് അവന് 20 വയസ്സുണ്ട്. താൻ കിച്ചുവിനെ പരിചയപ്പെടുമ്പോൾ 11 വയസ്സ് മാത്രമേ അവന് പ്രായമുണ്ടായിരുന്നുള്ളൂവെന്നും രേണു സുധിയുടെ ആദ്യ ബന്ധത്തിലെ മകൻ രാഹുലിനെ പറ്റി ഓർത്തുകൊണ്ട് പറയുകയാണ്. പിന്നെ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം തന്നോട് അദ്ദേഹം ചോദിച്ചു തന്നെയും മോനെയും കാണാൻ വരുമോ എന്ന്. മാത്രമല്ല മോനോട് താനിത് മോന്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന് ചോദിച്ചുവെന്നും രേണു പറയുന്നുണ്ട്. അന്ന് വേറൊന്നും ആലോചിക്കാതെ തന്റെ മരണം വരെ നിങ്ങളെ നല്ലോണം നോക്കിക്കൊള്ളാമെന്ന് താൻ സുധിച്ചേട്ടനോട് പറഞ്ഞുവെന്നാണ് രേണു പറയുന്നത്. താൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആണോ ഈ വാക്ക് മാറ്റില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം തന്നോട് തിരിച്ചു ചോദിച്ചുവെന്നും രേണു ഓർക്കുന്നുണ്ട്. പിറ്റേ ദിവസം തങ്ങൾ നേരിൽ കണ്ടു. തന്നെ കണ്ട ഉടനെ തന്നെ തനിക്ക് ഈ അമ്മയെ മതിയെന്ന് മോൻ കിച്ചു പറഞ്ഞുവെന്നും താനെന്ന് ചെറുതായിരുന്നു. ഇത് കുഞ്ഞിയമ്മയാണെന്നും തനിക്ക് ഈ അമ്മ മതിയെന്നും അവൻ തന്നോട് പറഞ്ഞു. അവനും താനും ഒരുമിച്ച് കളിച്ചാണ് വളർന്നതെന്നാണ് രേണു രാഹുലിനെ പറ്റി ഓർത്തുകൊണ്ട് പറയുന്നത്. എന്നാൽ പക്ഷെ തന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തെ പറ്റിയൊന്നും അന്ന് അറിയില്ലായിരുന്നു. അവർ അറിയാതെയാണ് അച്ഛനെയും മോനെയും താൻ കാണാൻ പോയിക്കൊണ്ടിരുന്നതെന്നാണ് രേണു പറയുന്നത്. മാത്രമല്ല തന്റെ വീട്ടുകാരൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ തങ്ങൾ അമ്പലത്തിൽ പോയി മിന്നുകെട്ടുകയും ചെയ്തിരുന്നു. കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ തങ്ങളുടെ കൂടെ അന്നുണ്ടായിരുന്നുള്ളൂ എന്നും രേണു കൂട്ടിച്ചേർത്തു. ആരും അറിയാതെ കല്യാണം കഴിച്ചെങ്കിലും പിന്നീട് വിവാഹകാര്യം എല്ലാവരോടും പറയുകയായിരുന്നു എന്നും രേണു ഓർക്കുന്നു. കിച്ചുവിനെ പരിചയപ്പെട്ട സമയത്ത് മോന്റെ അമ്മ എവിടെയെന്ന് താൻ ചോദിച്ചപ്പോൾ അമ്മയില്ല എന്ന മറുപടിയായിരുന്നു കിച്ചു തനിക്ക് നൽകിയത്. പിന്നീടാണ് അവരെ പറ്റിയുള്ള കഥകളൊക്കെ താൻ അറിയുന്നത്. അവർ തങ്ങളെ വിട്ടിട്ട് പോയെന്നും അന്ന് മകന് 1.5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നുമാണ് സുധി തന്നോട് പറഞ്ഞതെന്നും രേണു ഓർക്കുന്നു. അപ്പോൾ തനിക്ക് ഒന്നുകൂടി ഇവരോട് സ്നേഹം കൂടി. രേണുവിന്റെ മുൻ ഭാര്യ അന്ന് വേറെ വിവാഹിതയുമായിരുന്നു. എന്നാൽ പക്ഷേ കിച്ചുവിന് 16 വയസ്സുള്ളപ്പോൾ ആ അമ്മ മരിച്ചുപോയെന്നും രേണു പറയുന്നുണ്ട്. മരിക്കുന്നതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർ തനിക്ക് ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയച്ചിരുന്നു. കിച്ചുവിനെ കുറിച്ച് യാതൊരു കാര്യവും അവർ തന്നോട് ചോദിച്ചതുമില്ല. ഇക്കാര്യം താൻ സുധിച്ചേട്ടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് താൻ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തുവെന്നും രേണു ഓർക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്ത വിവരം അറിയുന്നത്. അവരുടെ ഭർത്താവ് വിളിച്ചിട്ട് മോൻ വരുമോ എന്ന് ചോദിച്ചു. തങ്ങൾ മോനെയും കൊണ്ട് ആ സമയത്ത് പോയെന്നും രേണു പറയുന്നുണ്ട്. അതേസമയം സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് കൊല്ലം സുധി മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത്. കാർ അപകടത്തിൽ അപ്രതീക്ഷിതമായി കൊല്ലം സുധി മരണപ്പെട്ടതും മലയാളക്കരയാകെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒന്നായിരുന്നു. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കി സുധി വിട പറഞ്ഞപ്പോൾ സുമനസ്സുകളുടെ സഹായത്തോടെ സുധിക്കും കുടുംബത്തിനും ഒരു അടിപൊളി വീട് തന്നെ ഒരുങ്ങി. ഇതിനു പിന്നാലെ തന്നെ രേണു നിരന്തരം യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അഭിമുഖങ്ങൾ നൽകുന്നതിന്റെ പേരിൽ രേണുവിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകൾ എത്തി തുടങ്ങി. പിന്നീട് സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി കരച്ചിലും പിഴിച്ചിലുമായിട്ട് നിൽക്കുന്നു എന്ന് തുടങ്ങി നിരവധി വിമർശനാത്മകമായ കമന്റുകളാണ് രേണുവിന് സോഷ്യൽ മീഡിയയിൽ കൂടി നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതേസമയം സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ആളുകൾ തന്നെ സ്നേഹിക്കുന്നത് തനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നാണ് രേണു പറയാറുള്ളത്. സുധിച്ചേട്ടൻ മരിച്ചെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും രേണു പറയാറുണ്ട്. ആരെങ്കിലുമൊക്കെ ശവമടക്കിനൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴാണ് സുധിച്ചേട്ടനും മരിച്ചുവെന്നത് തനിക്ക് തോന്നുന്നത്. അതല്ലാതെ സുധിച്ചേട്ടൻ മരിച്ചെന്ന തോന്നൽ തനിക്കില്ല എന്നും എപ്പോഴും അദ്ദേഹത്തോട് താൻ സംസാരിക്കാറുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് തനിക്കെന്നും രേണു പറയാറുണ്ട്. അതേസമയം സ്റ്റാർ മാജിക്കിലെ സുധി എന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷമാണ്. എന്നാൽ മരിച്ചുപോയി സുധിയുടെ ഭാര്യ എന്ന് കേൾക്കുമ്പോൾ തനിക്ക് വിഷമമാണ് തോന്നാറുള്ളതെന്നും രേണു പറഞ്ഞിട്ടുണ്ട്. കാർ അപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുധി അപകട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് സുധിയുടെ മണമുള്ള ഒരു പെർഫ്യൂം കൊല്ലം സുധി പങ്കെടുത്തിരുന്ന സ്റ്റാർ മാജിക്കിന്റെ അവതാരികയും യൂട്യൂബറുമൊക്കെയായ ലക്ഷ്മി നക്ഷത്ര മുൻകൈയെടുത്ത് ദുബായ് മലയാളിയായ യൂസഫായിയെ കൊണ്ട് നിർമ്മിച്ച് രേണുവിനും കുടുംബത്തിനും നൽകിയിരുന്നു. കൊല്ലം സുധിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലാണ് ഈ ഒരു പെർഫ്യൂം വെച്ചിരിക്കുന്നതും. സുധിച്ചേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച ഈ ഒരു പെർഫ്യൂം ചിന്നുട്ടി നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്നാണ് രേണു ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. താനൊരാഗ്രഹം അങ്ങോട്ട് പറഞ്ഞ് അവൾ തനിക്ക് സാധിച്ചു തന്നതാണിതെന്നും രേണു പറഞ്ഞിരുന്നു. ഇതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ രേണുവിനും ലക്ഷ്മിക്കും നിരവധി വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു പങ്കുവെക്കുന്ന റീലുകളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടിട്ട് പലരും രേണുവിനെ ഗുരുതരമായ രീതിയിൽ തന്നെ വിമർശിക്കാറുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.